ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം റോഡ്രിയുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നതാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞു. നിലവിൽ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞു. പുതിയ സീസണിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇനി ഒരു മത്സരം പോലും കളിക്കാൻ കഴിയില്ല. നിലവിൽ ആ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ശരിക്കും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ സിറ്റിക്ക് വേണ്ടി അവസാന റൗണ്ട് മത്സരങ്ങളിൽ റോഡ്രി ആയിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത്. തുടർച്ചയായി 3 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടുമ്പോഴും യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സിറ്റി സ്വന്തമാക്കുമ്പോഴൊക്കെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മികച്ച മധ്യനിരയിലെ ഒരു മാന്ത്രിക പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു സ്പാനിഷിന്റെ ഈ റോഡ്രി. മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ച താരത്തിന്റെ അഭാവം സിറ്റിക്ക് ശരിക്കും പുതിയ സീസണിൽ വലിയ വെല്ലുവിളി തന്നെ നേരിടേണ്ടി വരും. ജൂലിയൻ അൽവാരസ് അതുപോലെ ആളണ്ടൊക്കെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ ഗോളടിക്കാൻ മറന്നപ്പോൾ റോഡ്രിയുടെ കാലുകളായിരുന്നു ശരിക്കും സിറ്റിക്ക് രക്ഷക്കായി എത്തിയിരുന്നത്. എന്തായാലും പുതിയ സീസണിൽ ശരിക്കും സിറ്റിക്ക് ഈ ഒരു റോഡ്രിയുടെ അഭാവത്തിൽ അവരുടെ പ്രകടനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ലീഗിന്റെ തുടക്കത്തിൽ മികച്ച ഫോമിലാണ് പെപ് ഗാർഡിയോളക്ക് കീഴിൽ സിറ്റി. പക്ഷെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ സ്ട്രൈക്കർമാരിൽ നിന്നും മോശം പ്രകടനം വരുമ്പോൾ അതിന് പകരക്കാരനായി അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച റോഡ്രിയെ പോലത്തെ ഒരു താരത്തിന്റെ അഭാവം ശരിക്കും സിറ്റിക്ക് വരും മത്സരങ്ങളിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രകടനത്തെ ബാധിക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. എന്തായാലും സിറ്റിക്ക് പുതിയ സീസണിൽ അവരുടെ സൂപ്പർ താരം റോഡ്രിയുടെ അഭാവത്തിലായിരിക്കും വരും മത്സരങ്ങൾ കളിക്കേണ്ടി വരിക. എന്തായാലും പെപ് ഗാർഡിയോളക്ക് കീഴിൽ വരും മത്സരങ്ങളിൽ സിറ്റിയുടെ പ്രകടനം എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ കണ്ടറിയാം നമുക്ക്.